വറഹ്മത്തൻ വഖഹറ. ഇൽമു കൊണ്ട്, ഖുദ്റത്ത് കൊണ്ട്, റഹ്മത്ത് കൊണ്ട്, ഖഹർ കൊണ്ട്. അൽ ഖഹാറു ലികുല്ലി ഷൈഇൻ. ഈ ഖഹർ തന്നെ അള്ളാഹുവിന്റെ മറ്റൊരു ഇസ്മായി വന്നിട്ടുള്ളതാണ്. അതിൽ നിന്ന് അൽ ഖഹാർ, അവൻ ഖഹാറാണ്. അൽ ഖഹാറു ലികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും അടക്കി വാഴുന്ന അധികാരമുള്ള, അതിനാണ് ഖഹർ. അഥവാ അതിന്റെ മുകളിൽ ഇനി ഒരാൾക്കും അത് പിടിച്ചെടുക്കാൻ കഴിയാത്ത വിധമുള്ള എല്ലാ അധികാരമുള്ള ആളുകളെയും അടക്കി അവരുടെ മുകളിൽ അധികാരം സ്ഥാപിക്കുമ്പോഴാണ് ഒരാൾ ഖഹർ കാണിച്ച അധികാരത്തിൽ വന്നു എന്ന് പറയാം. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദയിൽപ്പെട്ടതാണ്. ആരാണ് മുസ്ലിം ഭരണാധികാരി എന്ന് വിശദീകരിക്കുന്നിടത്ത് പല നിലക്ക് മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക ഭരണാധികാരികൾ വരും. അവർ ഇസ്ലാമിക ഭരണാധികാരികളാകാൻ ഒന്നുകിൽ എല്ലാ ആളുകളും കൂടി ഒന്നിച്ച് ചേർന്ന് തീരുമാനിച്ച് ഒരാളെ അധികാരമുള്ളവനായി തെരഞ്ഞെടുത്താൽ അയാൾ മുസ്ലിം ഭരണാധികാരിയാണ്, ഹാക്കിമാണ്. അതല്ലെങ്കിൽ മുൻപുള്ള ഒരാളുടെ വസിയ്യത്ത് പ്രകാരം മറ്റൊരാൾ അധികാരത്തിൽ വന്നു, ഒരാൾക്ക് ശേഷം മറ്റൊരാൾ വന്നു, രാജാക്കന്മാർ വരുന്നത് പോലെ അവർ മുസ്ലിം ഭരണാധികാരികളാണ്. അതല്ലെങ്കിൽ നിലവിലുള്ള ആളുകളൊക്കെ അധികാരം കൊണ്ട് കീഴ്പ്പെടുത്തി അതിനു മുകളിൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ അയാളും ഇസ്ലാമിക ഭരണാധികാരി തന്നെയാണ്. അങ്ങനെയുള്ള വരവിനാണ് ഖഹർ എന്ന് പറയാം. നിലവിലുള്ള എല്ലാവരെയും അടക്കി, അതുകൊണ്ട് നമ്മൾ അടക്കി വാഴ എന്ന് മലയാളത്തിൽ പറയുന്നതിന്റെ അർത്ഥം എല്ലാവരുടെയും അധികാരത്തെ അടക്കി ഒതുക്കിയിട്ട് അതിന്റെ മുകളിൽ അധികാരം സ്ഥാപിക്കുക, അതിനാണ് ഖഹർ എന്ന് ഭാഷയിൽ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലഹുൽ മസലുൽ അഅല, അള്ളാന്റെ ഖഹറിന് മുകളിൽ ഒരാൾക്കും ഇനി ഒരു അധികാരവും സ്ഥാപിക്കാനില്ല. അതാണ് അവൻ ഖഹാറാണ്. എല്ലാ അധികാരികളെയും, എല്ലാ ചക്രവർത്തികളെയും, എല്ലാ രാജാക്കന്മാരെയും, എല്ലാ ജബാബിറത്തുകളെയും, എല്ലാവരെയും നിയന്ത്രിക്കുന്ന, അവരുടെ മുകളിൽ അധികാരമുള്ള ഏക ഖഹാർ അവൻ മാത്രമാണ്. വഹുവൽ ഖഹാർ ലികുല്ലി ഷൈഇൻ. ഒരൊറ്റ വസ്തു പോലും, നിസ്സാരമോ അല്ലെങ്കിൽ വലിയതോ ആയ ഒന്നുപോലും അവന്റെ ഖഹറിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അല്ലദീ ഖദഅത് ലഹുൽ മഖ്ലൂഖാത്ത്. എല്ലാ പടപ്പുകളും ആർക്കാണോ കീഴൊതുങ്ങിയിരിക്കുന്നത്, തൗഅൻ വഖർഹ, അത് അവര് മനസ്സാലെ കീഴൊതുങ്ങിയതോ ഇനി അവര് ഇച്ഛിച്ചാലോ അല്ലെങ്കിൽ അവര് ഇഷ്ടപ്പെട്ടാലോ ഇല്ലെങ്കിലോ അവര് വിസമ്മതിച്ചാലോ ഏത് നിലക്കായിരുന്നാലും അവര് അള്ളാന്റെ അധികാരത്തിന്റെ കീഴിൽ കീഴൊതുങ്ങിയവർ തന്നെയാണ്. ഖദഅത് ലഹു അൽ മഖ്ലൂഖാത്ത് വദല്ലത് ലിഇസ്സതിഹി വഖുവ്വതിഹി വകമാലി ഇഖ്തിദാരിഹി. അതുപോലെ തന്നെ വദല്ലത്, അവർ നിസ്സാരന്മാരാണ്, അവര് വളരെ നിസ്സാരമായി കീഴൊതുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ലിഇസ്സതിഹി, അവന്റെ ഇസ്സത്തിന് മുന്നിൽ, വഖുവ്വതിഹി, അവന്റെ ശക്തിയുടെയും, അതുപോലെ തന്നെ വകമാലി ഇഖ്തിദാരിഹി, അവന്റെ കഴിവിന്റെ പൂർണ്ണതകളുടെയും മുന്നിൽ അവരെല്ലാവരും തന്നെ ദലീലുകളാണ്, നിസ്സാരന്മാരായി. ഖളഅത് ലഹുൽ മഖ്ലൂഖാത്ത്, എല്ലാ മഖ്ലൂഖാത്തുകളും വളരെ നിസ്സാരരായി അവന്റെ മുന്നിൽ കീഴൊതുങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ളവനാണ് ഖഹാർ. എല്ലാവരും അവന്റെ കീഴിലാണ്, എല്ലാവരും വളരെ നിസ്സാരന്മാരാണ് അവന്റെ മുന്നിൽ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുഴുവനും അധികാരം അവന്റെ കയ്യിലാണ്, അവന്റെ അടുക്കൽ മാത്രമാണ്. അങ്ങനെ അടക്കി വാഴുന്ന ഖഹാറാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അൽ മുഖീത്ത്, അവൻ മുഖീത്താണ്. അൽ മുഖീത്ത്,